ഹായ്, ഇന്നലെ തേങ്ങ കൊണ്ടാണെങ്കിൽ ഞാൻ വാഴക്കയും കൊണ്ടാണ്. വാഴക്കയും കൊണ്ട് ഞാൻ ചിപ്സ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആ വേണ്ടിയാണ്. അപ്പോൾ എന്താ പറയുക, ഇവിടെ ജസ്റ്റ് മഴ പെയ്തിട്ട് ഇവിടെ നമ്മൾ വാഴ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2-3 കൊലകൾ ഒടിഞ്ഞു പോകും. അപ്പോൾ ഒടിഞ്ഞ് വീഴുമ്പോൾ അതൊന്നും എടുത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിപ്സ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ചിപ്സ് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാലും ഞാൻ ഉണ്ടാക്കണം നിങ്ങളെ കാണിച്ചില്ല. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഈ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇതോടെ ഒരു ഇരുമ്പ് ചീൻചട്ടി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ചിപ്സ് ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന സ്റ്റൈലൊക്കെ കാണിക്കുന്നത് കേട്ടോ. ചട്ടി ചൂടായിട്ട് വരുന്നുള്ളൂ. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടാകട്ടെ. ഇരുമ്പ് ചീനിച്ചിട്ട് അപ്പോൾ കുറച്ച് ടൈം എടുക്കും. പിന്നെ വിറകടുപ്പല്ലേ, അപ്പോൾ ചൂടായിട്ടൊന്ന് വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കായ ഇട്ട് കൊടുക്കാം. യെസ്, കുറച്ച് നേരം കിടന്നിട്ട് വേവട്ടെ. എന്നിട്ട് നമുക്ക് നൽകാം. ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ എന്താ ചെറുതായിട്ട് ചിൽ സൗണ്ട് വരും. നാഗവല്ലിയുടെ ചിലങ്കാട് സൗണ്ട് ഇങ്ങനെ കേൾക്കും, ചിൽ. അപ്പം നമുക്കത് എടുക്കാനായി എന്നാണ് അർത്ഥം. അപ്പം നമുക്കത് എടുക്കാം. എന്തോ നോക്കാൻ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ച് വെക്കാം. അപ്പോൾ ടെക്നുള്ള പൊട്ടാണെങ്കിൽ എടുക്കാം. നമുക്ക് ഇനിയത് മാറ്റി വേറൊരു പാത്രത്തിൽ ഇടാം. ഇങ്ങനൊരു അടിയിൽ ഓട്ടമുള്ള പാത്രമാണെങ്കിൽ ബാക്കിയുള്ള എണ്ണയൊക്കെ അതിൽ പോയിക്കോളും. ഇങ്ങനൊരു പാത്രത്തിൽ മാറ്റിയിടാം. എന്നിട്ട് ഇതിൻ്റെ പൊക്കത്ത് കുറച്ച് നമുക്ക് ഉപ്പ് തൂളി കൊടുക്കണം. അപ്പോഴേ സെറ്റപ്പ് ആവും. അപ്പോൾ നമ്മുടെ ചിപ്സ് ഉണ്ടാക്കി കഴിഞ്ഞു. ചിപ്സ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വാഴക്കൊക്കെ ഉണ്ടല്ലോ, ഉണ്ടാക്കി കഴിക്കാം. നല്ല കാ മേടിച്ചിട്ട്, വളമൊന്നും ഇടാത്ത കാ മേടിച്ചിട്ട് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഇതൊക്കെ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ വാഴക്കാണ്, വളമൊന്നും ഇടാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതാണ് എല്ലാവരും വീട്ടിൽ ചിപ്സൊക്കെ ഉണ്ടാക്കി പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. വീട്ടിൽ മൊത്തം മാറി വരികയല്ലേ, നല്ല ഫുഡ് കഴിക്കാൻ ഹെൽത്ത് വെച്ചിരിക്കാം.